ഹലോ, പുതിയൊരു വ്ളോഗിൽ എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ചോറൂണിൻ്റെ വീഡിയോ ആണ്. ഞങ്ങളുടെ മോൻ്റെ ചോറൂണ്. സോ ഈ ചോറൂണ് ഞങ്ങൾ ബഹ്റൈനിലായിരുന്നു ഒരു ചെറിയ രീതിയിൽ ആഘോഷിച്ചത്. വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും മോൻ്റെ ചോറൂണ് ഗുരുവായൂരും പിന്നെ ഞങ്ങളുടെ മുത്തപ്പൻ പറശ്ശിനിക്കടവ് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നാട്ടിൽ പോയിട്ടായിരിക്കും. സോ ഇത് ആക്ച്വലി 6 months ബിഫോർ വീഡിയോ ആണ്. കുറേ ഡിലേ ആയി. എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ പിറ്റത്തെ ദിവസം എന്തെങ്കിലും ഒരു പ്രശ്നം വരും. അതാണ് എൻ്റെ വീഡിയോ ഇങ്ങനെ ഡിലേ ആവുന്നത്. സോ എനിവേ, പ്രോബ്ലംസ് ലൈഫിൻ്റെ പാർട്ടാണ്. സോ രാവിലെ തന്നെ എണീറ്റിട്ട് ആദ്യം ചായയൊക്കെ വെച്ച് അച്ഛനമ്മ കൂടെ ഉണ്ട്. സോ അവർക്ക് ഫസ്റ്റ് ചായ വേണം രാവിലെ തന്നെ എണീറ്റാൽ. സോ പിന്നെ ഞാൻ കുറേ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഒരു ചെറിയ സദ്യ പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സാമ്പാർ, പിന്നെ ഒരു തോരൻ, ചോറ്, പായസം, അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സോ അതിൻ്റെ എല്ലാം ജസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ച്, പിന്നെ ബാക്കി പരിപാടി കുക്കിംഗ് എല്ലാം അമ്മയായിരുന്നു. സോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വാവേൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, അത് മോൻ ഇങ്ങനെ കളിക്കുന്നതാണ്. സോ അത് കഴിഞ്ഞ് അമ്മ വന്നു. അമ്മ വറുത്തരച്ച സാമ്പാറായിരുന്നു പ്ലാന്. സോ അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ നല്ലോണം വറുത്ത് സാമ്പാർ ഇവിടെ റെഡിയായി. സാമ്പാറിൻ്റെ കൂടെ ഞങ്ങൾ ഒരു പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വെള്ളരിക്ക പച്ചടി. നല്ലൊരു കോമ്പിനേഷനാണ് സാമ്പാറും പച്ചടിയും. പിന്നെ തോരനായിട്ട് ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ഇത് അരിൻ്റെ പായസം. ഇതൊരു കുട്ടിയൊക്കെ കൊടുക്കുന്ന ഒരു അരിയായിരുന്നു. ആ സമയം അമ്മ പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിയതായിരുന്നു. ഇപ്പം പേര് ഓർമ്മയില്ല. സോ ഇതിൻ്റെ പായസവും പിന്നെ കുറച്ച് ചോറായിട്ടും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് റൈസ് എടുത്ത് വെച്ച്, എന്നിട്ട് ബാക്കി റൈസിൽ ശർക്കര ഇട്ടിട്ട് പായസം റെഡിയാക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു പിടി തേങ്ങ, നല്ല ഫ്രഷ് തേങ്ങയാണ്. പിന്നെ കുറച്ച് നെയ്യും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇവിടെ ഞങ്ങളുടെ പായസം റെഡിയായി. സോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പായസം. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഫുഡൊക്കെ ഞങ്ങളുടെ റെഡി ആയിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഫ്രഷായി. എന്നിട്ട് ആദ്യം ദൈവത്തിൻ്റെ പൂജ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് അച്ഛൻ ചോറൂണിൻ്റെ ചോറൂണിൻ്റെ ലൈക്ക് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത് അത് അച്ഛൻ ചെയ്യാൻ തുടങ്ങി. ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത് ലൈക്ക് ഓരോരോ നാട്ടിലത്തെ ഡിപ്പെൻഡ് ആയിരിക്കും. ഇപ്പം കണ്ണൂർ ഭാഗത്തൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബിക്കോസ് പാരൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. 6 monthsലായിരുന്നു ഈ ചോറൂന്ന് ഞങ്ങൾ ബഹ്റൈനിൽ വെച്ചത്. ബിക്കോസ് മോന് മീൻസ് ബ്രസ്റ്റ് മിൽക്ക് അധികം ഉണ്ടായിട്ടില്ല. സോ എന്തായാലും ഫുഡ് കൊടുക്കാൻ കുറുക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങളിത് ആ സമയത്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. സോ അപ്പോൾ എല്ലാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു. അപ്പോൾ നിഖിലേട്ടൻ വന്നിട്ട് ഇവിടെ ദൈവത്തിൻ്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം ഞങ്ങളുടെ കുറച്ചൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ബാക്കി ഉണ്ടായിരുന്നു. അതെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ കുറേ ഡിസ്കഷൻസൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ വോയിസ് കവർ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് ഞങ്ങൾ ആ സമയത്ത് സംസാരിച്ചത്. എക്സ്പെക്റ്റഡ് മോംസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ടിപ്പ്, ഈ ഒരു 7th month ഒക്കെ ആവില്ല, ആ സമയം തന്നെ ഈ പാല് ആവാൻ വേണ്ടിയിട്ട്, ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ രീതിയിൽ ഭക്ഷണം ഫുഡെല്ലാം ഇൻടേക്ക് ചെയ്യണം. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നോ വൺ ടോൾഡ് മീ അബൌട്ട് ദാറ്റ്. സോ അതുകൊണ്ട് ലൈക്ക് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ഫോർ മീ. പിന്നെ സെക്ഷൻ ആയതുകൊണ്ട് ലൈക്ക് ഡയറക്റ്റ്ലി വാവേനെ NICUലായിരുന്നു. 1 day ഫുൾ NICUലായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് 1 or 2 days ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പം ഫീഡിങ് പറഞ്ഞാൽ ബോട്ടിൽ തന്നെ ആയിരുന്നു. അതൊരു ഡ്രോബാക്ക് ഉണ്ട്. ബട്ട് ഹീസ് ഫൈൻ, ഹീസ് ഹെൽത്തി ബൈ ഗോഡ് ഗ്രേസ്.
അമ്മ അച്ഛനെ പറ്റിയിട്ട് പറയാൻ, അമ്മ ഒരു ചിയർഫുൾ പേഴ്സണാണ്, അച്ഛൻ ഭയങ്കര ഒരു സൈലൻറ്റ് ക്യാരക്ടറാണ്. ഹീസ് എ ഗുഡ് ലിസണർ പറയാം. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന് പറയാം. ബിക്കോസ് ദർ വാസ് എ ടൈം, ഒരു പീരീഡ് ഉണ്ടായിരുന്നു വേർ വി ത്രീ വെർ അലോൺ. നമുക്ക് ഒരു റിലേറ്റീവ്സോ ആരും അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. ബട്ട് ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ആൻഡ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര സപ്പോർട്ട് ആണ് അച്ഛൻ അമ്മ. അടിയൊക്കെ ഉണ്ടാവും, അമ്മയായിട്ട് നല്ല അടിയാണ്, പറയണ്ട ഭയങ്കര അടിയാണ്. പക്ഷെ ഒരു സപ്പോർട്ടും. ഇപ്പം ഡെയിലി അമ്മ വാവേനെ കാണാൻ രാവിലെയും വൈകിട്ടും വിളിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും, മീൻസ് ഇത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണം. അമ്മയായിട്ട് നല്ല കമ്പനിയാണ് നന്ദു ഫോൺ എടുത്തിട്ട് ഓടും ഇപ്പോൾ അമ്മേൻ്റെ കോള് വന്നാൽ. അങ്ങനെയൊക്കെ അമ്മേൻ്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞാൽ, അമ്മ എപ്പോഴും എന്നോട് പറയും ഒരു നല്ല കുട്ടിയായി നിൽക്കണം, നല്ല കുട്ടിയായി. പക്ഷേ ഈ നല്ല കുട്ടി ഒരു ട്രാപ്പാണ് മക്കളെ. ഒരിക്കലും നല്ല കുട്ടി ആവാൻ എല്ലാവരുടെ മുമ്പിൽ നമുക്ക് പറ്റുമെന്നില്ല. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമുക്ക്. ബിക്കോസ് ആൾക്കാർ അവരവരുടെ രീതിയിലാണ് ജഡ്ജ് ചെയ്യുക. സോ അതൊന്നും ആവണ്ട, നമുക്ക് നമ്മളായിട്ട് തന്നെ നിന്നാൽ മതി. അത് ഞാൻ പഠിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ നിന്നിട്ടാണ്. അപ്പോൾ നല്ല കുട്ടി പറഞ്ഞാൽ നമ്മൾ ആരോടും അങ്ങനെ ഒന്നും അധികം സ്ട്രോങ് ആയിട്ട് പറയരുത്. അതെല്ലാം എനിക്കൊരു ഡ്രോബാക്ക് പോലെ തോന്നിയിട്ടുണ്ട്. ബിക്കോസ് വി കാൺ കീപ്പ് അവർ ഒപ്പീനിയൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. നമുക്ക് എന്തും ചെയ്താൽ നമുക്കൊരു ഞങ്ങളുടെ എന്തെങ്കിലും തെറ്റായപ്പോയോ നമ്മളെ പറ്റിയിട്ട് ആരെങ്കിലും തെറ്റ് പറഞ്ഞാൽ അത് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ അവർ പറഞ്ഞിട്ട് പോകും, അത് അത്രേ ഉള്ളൂ അവർക്ക്. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ വെച്ച് അത് കുറേ ഒരു നമുക്ക് സ്ട്രെസ്സായി മാറും. ഇതെല്ലാം ഞാൻ ഒന്ന് അനുഭവിച്ചതാണ്. സോ ഈ 2026 ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഈ നല്ല കുട്ടിയാവണ്ട, ഞാനായിട്ട് ഞാൻ ജീവിക്കും. ഇഫ് യു ലൈക്ക് മീ ബി വിത്ത് മീ, അതർവൈസ് ടാറ്റ ബൈ ബൈ, നോ മോർ ലൈഫിൽ ഇൻ്റർഫിയറൻസ്. അങ്ങനെ. സോ ആൻഡ് അത് പീസ്ഫുള്ളാണ്, വെരി പീസ്ഫുള്ളാണ്. അപ്പോൾ എനിവേ ഔട്ട് ഓഫ് ടോപ്പിക് ആയിരുന്നു അത്. അപ്പോൾ ഇവിടെ അമ്മ വിളക്കൊക്കെ കത്തിച്ച് ആ ഫ്ലവേഴ്സ് എല്ലാം ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴേന്ന് ഞാൻ ഒന്ന് പിക്ക് ചെയ്തിട്ട് വന്നതായിരുന്നു. ബിക്കോസ് ഇവിടെ ഫ്ലവേഴ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓണത്തിൻ്റെ സമയമൊക്കെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും ലുലുവിലൊക്കെ. അല്ലെങ്കിൽ ഞങ്ങൾ മനാമയിൽ ഒരു കൃഷ്ണൻ്റെ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ സൈഡിൽ ഫ്ലവർ ഷോപ്പൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറച്ച് ദൂരെയാണ്. അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരെ ഉണ്ടായിട്ടുള്ളൂ വാവേൻ്റെ ചോറൂരിൽ നിന്ന്. ഇവിടെ ഇതാണ് ഞങ്ങളുടെ നന്ദികേശ്. ഞങ്ങൾ നന്ദു വിളിക്കും, ഞങ്ങളുടെ നന്ദു മോൻ. അപ്പോൾ അങ്ങനെ നിഖിലേട്ടൻ അവിടെ ഇരുന്നിട്ട് വാവേനെ എടുത്തിട്ട് ഇപ്പം ചടങ്ങ് പോലെ തന്നെ ആദ്യം ചന്ദനമൊക്കെ വെച്ച് എല്ലാം മീൻസ് എന്തൊക്കെയാണ് ഫുഡ്, ഇത് പപ്പടം, പിന്നെ ഉപ്പ്, ചോറ്, പായസം എല്ലാം തൊട്ട് വാവക്ക് നാവിൽ വെച്ചിട്ട് കൊടുക്കും. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ മനസ്സിൽ ആക്ച്വലി ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു ബേബി ഗേൾ ആയിരുന്നു. ഞാൻ നിഖിലേട്ടനോട് എപ്പോഴും പറയും നമുക്കൊരു പെൺകുട്ടി വേണം, ബേബി ഗേൾ വേണം എന്ന്. ബേബി ബോയ് ഇവിടെ 5th month സ്കാനിങ്ങിന് പോകുമ്പോൾ ഇവിടുത്തെ ഡോക്ടർ നമ്മളോട് പറയും ഏതാണ് കുട്ടി, ഗേൾ ആണോ ബോയ് ആണോ ജെൻഡർ പറയും ഞങ്ങളോട്. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു കോൺഗ്രാറ്റുലേഷൻ, ഇറ്റ്സ് എ ബേബി ബോയ് എന്ന്. അറ്റ് ദാറ്റ് ടൈം ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല ഓക്കെ ബേബി ബോയ് ആണ്, വി ആർ ഹാപ്പിയാണ്. ബട്ട് നന്ദു ഇപ്പം ഞങ്ങളുടെ കൂടെ വന്നു. നന്ദുൻ്റെ ഓരോരോ കളി, നന്ദുൻ്റെ ഓരോരോ പ്ലേഫുൾ കാണുമ്പോൾ ഓരോരോ വളർച്ച. ഇപ്പം 1 year ആയി. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം, എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ഇനിയൊരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് വന്നു, എൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ്. അങ്ങനെ. സോ വെരി ഹാപ്പി ഫോർ ഹിം, ലെറ്റ് ഹിം ഗ്രോ ഹാപ്പിലി. അതാണ് ഇനിയൊരു ആഗ്രഹം, വേറെ ഒന്നുമില്ല. സോ അങ്ങനെ എല്ലാം അവന് ഒരു ടേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൾ നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നു.
നിഖിലേട്ടൻ ചോറൊക്കെ തൊട്ട് വാവക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുത്ത് പിന്നെ അച്ഛനും അമ്മയും ഇങ്ങനെ തൊട്ട് വാവക്ക് ഫുഡെല്ലാം ചോറ് പായസം എല്ലാം കൊടുത്ത് അങ്ങനെ ഒരു ചടങ്ങ് ഞങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സദ്യ ഉണ്ടാക്കിയ ഫുഡ് നമ്മൾ 4 പേരും ഇരുന്ന് കഴിച്ച്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു ചെറിയ രീതിയിൽ ഞങ്ങൾ ഒരു മോൻ്റെ ചോറിന് ആഘോഷിച്ചു. ഇനിയിപ്പം നാട്ടിൽ പോയിട്ട് വേണം മോൻ്റെ ശരിക്കുള്ള മീൻസ് ഗുരുവായൂരും പിന്നെ പറശ്ശിനിയിലും ചോറ് കൊടുക്കാൻ. അതൊരു നേർച്ചയാണ് മോൻ്റെ. വേറെ ഒന്നുമില്ല. വേറെ എന്താ പറയുക, എൻ്റെ വീഡിയോസ് ഇനിയും വരും കുറേ സമയം കിട്ടുന്ന പോലെ. ബിക്കോസ് ഇപ്പം ഭയങ്കര തിരക്കിലാണ്. ഞാൻ തനിച്ചാണ് മോനെ നോക്കുന്നത്. നിഖിലേട്ടനാണെങ്കിൽ ഫുൾ വർക്കിൽ ബിസി ആയിരിക്കും. അച്ഛനമ്മേനെ കൂട്ടണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. ബട്ട് എത്ര നടക്കും എനിക്കറിയില്ല. ബിക്കോസ് ദേ ആർ ഓൾസോ ഓൾഡ്. അവർക്കും അവരവരെ ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം ഒരു തീരുമാനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പം ഞാൻ ഹാപ്പിയാണ് മോൻ്റെ കൂടെ. മോനിപ്പം ഭയങ്കര കളിയും. അപ്പോൾ അവൻ്റെ ബാക്കിൽ നിന്നാൽ എനിക്ക് വേറെ ഒന്നിനും സമയം കിട്ടാറില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ മോൻ്റെ ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും നിങ്ങൾ. അത് മോൻ്റെ കൂടെ നിന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് എനിക്കും എന്തെങ്കിലും ഒരു എൻ്റെ ഈ മദർഹുഡിൽ ഐ ഷുഡ് നോട്ട് ഫോർഗെറ്റ് മീ. എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. ബിക്കോസ് ഐ വാസ് എ വർക്കിംഗ് ഗേൾ. എനിക്ക് അത് എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഞാൻ ജോലി ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഞാൻ ജോലി ഇല്ലാണ്ട് അങ്ങനെ എൻ്റെ നിന്നിട്ടില്ല. പക്ഷെ ഇപ്പം മാരേജൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് നിന്ന്. പിന്നെ വാവ ആവണം, ഒരു ഫാമിലി ലൈഫ് വരണം, അതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ജോലിയൊക്കെ വേണ്ട വിചാരിച്ചു. പക്ഷെ ഇനി എന്തായാലും വാവനെ നോക്കണം, അതാണ് മെയിൻ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, മോൻ്റെ ചോറൂണിൻ്റെ വീഡിയോ. സോ അടുത്തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. സമയം കിട്ടുന്ന പോലെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇടും. ബിക്കോസ് കുറേ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, ബട്ട് സമയമില്ല. ദാറ്റ്സ് ദ മെയിൻ പ്രോബ്ലം നൗ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് റമിത നിഖിൽ സൈനിങ് ഓഫ്. താങ്ക് യു. ടേക്ക് കെയർ.